ആങ്കറിനെ കല്യാണം കഴിച്ചത് കൊണ്ടുള്ള 3 ഗുണങ്ങൾ 3 പണികൾ എന്തൊക്കെയായിരിക്കും? 3 ഗുണം എനിക്ക് പറയാറില്ല, പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നിർത്താതെ സംസാരിക്കും, അത് നമ്മൾ എപ്പോഴും കേൾക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ ദോഷം എന്ന് വെച്ചാൽ മൈക്ക് കിട്ടി തരില്ല, മൂപ്പനെ സംസാരിച്ചോണ്ടിരിക്കും. തിരിച്ച് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിനെ കല്യാണം കഴിച്ചപ്പോൾ 3 പണികൾ 3 ഗുണങ്ങൾ. ഞാൻ കിട്ടുമ്പോ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നില്ലല്ലേ, കോണ്ടന്റ് ക്രിയേറ്റർ ആയത്. അപ്പം ശരിക്കും പറഞ്ഞാല് ഏതാ ഞാൻ പറഞ്ഞേ. പക്ഷെ എന്താ വെച്ചാ ഈ കൺവിക്ഷൻ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനം എന്ത് ചിന്തിക്കും എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. എന്താ പറഞ്ഞാൽ ഹേറ്റേഴ്സ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ. ഈ ഒരു മുൻവിധി നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ട്. അത് നല്ലതാണ്, കാരണം നമുക്ക് ഭയങ്കര പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ചില കാര്യങ്ങൾ അബദ്ധം പറയാതിരിക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിലൊക്കെ പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ലക്ഷ്മിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിന് ഈ ഒരു പോപ്പുലാരിറ്റി ഒക്കെ വരുന്നതിന് എത്രയോ നാൾ മുമ്പ് ലക്ഷ്മി യൂട്യൂബ് വീഡിയോസും വ്ളോഗ്സും ചെയ്തു തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഇതിന്റെ കമന്റ് എന്ത് വരും എന്ന് പറയുന്നതിന്റെ ഒരു അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ഇപ്പൊ ആ കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഷി വുഡന്റ് ഹാവ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ഇറ്റ്. ആ കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പിന്നീടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആ മുൻവിധികളില്ലാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ വീട്ടില്? എന്ന് വെച്ചാൽ എന്റെ അടുത്ത് സംസാരിക്കും, ബാക്കിയുള്ളത് സംസാരിക്കും. ഇങ്ങനെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാന്നല്ലേ, ആരാ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിങ്ങനെ ചെയ്യാ അങ്ങനെ ചെയ്യാന്ന്? രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞു പറയുന്നേ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഉറക്കത്തിൽ നിന്ന് വന്നിട്ടുണ്ടാവുള്ളൂ. ഞാനപ്പം ഏതെങ്കിലും ഒരു മറ്റേ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും കാണാം, എന്തെങ്കിലും കാണാന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കണം. എന്നാ നമുക്കിത് ചെയ്യാം എന്ന് പറയും. ഞാൻ പറയും ഇതൊന്നും ഹിറ്റാവില്ല. അത് നോക്കുമ്പോ അടുത്ത 3 മില്യൺ വ്യൂ അടിച്ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത് ഹിറ്റാവില്ലെന്ന് പറഞ്ഞാൽ മിക്കവാറും ഹിറ്റാവില്ലെന്ന് പറഞ്ഞ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി ജഡ്ജ്മെന്റ് ഇല്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ചെയ്യാൻ വരുമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ റെഡി ആയിട്ട് ഒരു ചെറിയ മോട്ടിവേഷൻ വേണ്ടി വരും. മോളും അങ്ങനെ തന്നെയാണ് വിളിച്ചോടനെ. മോൾക്ക് മോട്ടിവേഷൻ വളരെ വലിയ സാധനങ്ങളായിട്ട് കൊടുക്കേണ്ടി വരും. ഓരോ സ്ഥലങ്ങളിലെയും അവക്ക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. അവൾ അടുത്ത വീഡിയോ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഓർത്ത് വെച്ചേക്കുന്ന സാധനം ഉണ്ടാവും. എന്നാ ഇതൊന്നും എനിക്ക് വാങ്ങിച്ചെന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ നന്നായി ചിരിച്ച് ചെയ്യാമെന്ന് പറയും. അങ്ങനെ അപ്പൊ ചിരിക്കാത്ത വീഡിയോയുടെ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കുന്ന സാധനത്തിന് വില പോരാന്നാണ്. മോളെ നടുക്ക് ഇരുത്തേണ്ടി വരും. ഇവിടെ ആളിവിടെ ഇരിപ്പുണ്ട്, ആളെയും കൂടി ഇവിടെ നടുക്കിരുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും. കുറച്ച് സത്യങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് അറിയാം. ചേട്ടൻ വീട്ടിലിങ്ങനെ ഭയങ്കര ലൗഡായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ചിരിക്കാൻ ഓഫീസിൽ വരെ കംപ്ലൈന്റ് ഉണ്ട്. എപ്പോഴും ചിരിച്ച് സന്തോഷം. ഓഫീസില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ചില സമയത്ത് ഇപ്പോ ഷേക്ക് വിസിറ്റ്സ് ഉണ്ടാവും. നമുക്കിപ്പോ അവിടെ നമ്മൾ ദുബായിലാണല്ലോ, അപ്പം ചിലപ്പം അവരുടെ ഇതിനകത്ത് നിന്ന് മിനിസ്ട്രിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ വല്ല എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്. അവര് വന്നിട്ട് എന്റെ അടുത്ത് പറയും, ഇന്നൊരു ആള് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്തൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ടീമിന്റെ അടുത്തും കുറച്ചൊരു സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറയണേ. ഞാൻ പറഞ്ഞു മനസ്സിലായി, എന്നെ അല്ലേ